ഹായ്, ഞാൻ ബിരിയാണി. കുറച്ചു കാലമായി ഞാൻ നിങ്ങളുടെ അടുക്കളകളിലേക്കും അതേപോലെ തന്നെ മനസ്സിലേക്കൊക്കെ വന്നുകൂടിയിട്ട്. ഇന്നപ്പം എൻ്റെ ജനനോ അതിവിടെയല്ല, പക്ഷേ എൻ്റെ സ്വന്തം ജനനസ്ഥലം പോലെ ആയിരിക്കണോ ഭാരതം. ശരിക്കും ഞാനൊരു പേർഷ്യക്കാരനാണ്, പക്ഷേ ഇപ്പോൾ ഒരു ഭാരതീയനായി. പണ്ട് 13-ാം നൂറ്റാണ്ടില് ഇന്ത്യ ഭരിച്ചിരുന്ന ഡൽഹി സൽത്തനറ്റിൻ്റെ കാലത്താണ് ഞാനിവിടെ വരുന്നത്. അന്ന് ഞാനൊരു പുലാവായിരുന്നു. പിന്നെ എൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി ഞാൻ ബിരിയാണിയായി മാറി. ബിരിയാൻ, പേർഷ്യനിൽ ബിരിയാൻ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യണതിന് മുമ്പ് വറുത്തെടുത്തത്. പിന്നെ പതുക്കെ 16-17 നൂറ്റാണ്ടുകളായപ്പോഴേക്കും മുഗൾ ഭരണകാലത്ത് ഞാൻ ഭാരതമൊട്ടാകെ സജീവമായി. ക്ഷീണിച്ച അവശരായിട്ടുള്ള ഭടന്മാരെ കണ്ട് ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മുംതാസ് മഹലാണ് എന്നെ സൃഷ്ടിച്ചത് എന്നൊരു കഥയും കൂടി ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല, പണ്ട് അറബി കച്ചവടക്കാര് കേരളവുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്ന സമയത്താണ് ഞാനിവിടെ വന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഭാരതം എൻ്റെ ജനനസ്ഥലം അല്ല എങ്കിലും ഒരുപാട് വർഷം മുമ്പ് തന്നെ ഞാനിവിടെ വന്നിരിക്കുന്നു. അങ്ങനെ നോക്കിയാൽ ഭാരതത്തിലാണ് ഞാൻ ജനിച്ചത്. മനസ്സിലായില്ല അല്ലേ? തമിഴില് സംഘം നടന്ന കാലത്ത് 3-ാമത്തെ സംഘത്തിലെ പുറനാനൂറ് അകനാനൂറ് അതിൽ എന്നെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഊണുസോറ് എന്നാണ് എൻ്റെ പേര്. മട്ടൻ കൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ജനനം. പിന്നെ വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യര് കോഴി കൊണ്ടും ബീഫ് കൊണ്ടും മീൻ കൊണ്ടും കൊഞ്ചു കൊണ്ടും എന്തിന് ചക്ക വരെ കൊണ്ടും എന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഭാരതത്തിലുള്ള ഏത് നാട്ടുകാരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാദോടെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് എന്നും തർക്കമാണ്. ഓരോ നാട്ടുകാരും എന്നെ ഓരോ തരത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ലക്നവി ബിരിയാണി, ഡൽഹി ബിരിയാണി, മൊറാദാബാദി ബിരിയാണി, കശ്മീരി ബിരിയാണി, റാംപുരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, ആംബൂർ ബിരിയാണി, ഡിണ്ടിഗൽ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, ഭട്കലി ബിരിയാണി, മംഗളൂർ ബിരിയാണി, കൊൽക്കത്ത ബിരിയാണി, ഒഡീഷ ബിരിയാണി, സിന്ധി ബിരിയാണി, ബോംബെ ബിരിയാണി, മെമോനി ബിരിയാണി, ഭോപ്പാലി ബിരിയാണി, മദ്രാസ് ബായ് വീട്ട് ബിരിയാണി. പോരാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യര് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള വിഭവവും ഞാൻ തന്നെ. എന്നെ കഴിക്കണ വ്യക്തിയുടെ വയറ് നിറയ്ക്കാനും അതിലുപരി മനസ്സ് നിറയ്ക്കാനും അത് കഴിഞ്ഞ് സുഖമായൊരു നിദ്ര കൊടുക്കാനും എനിക്ക് ശക്തിയുണ്ട്. ബിരിയാണി ഈസ് നോട്ട് ജസ്റ്റ് എ ഫുഡ്, ഇറ്റ്സ് എൻ ഇമോഷൻ. मैं हूँ बिरयानी और ये है मेरी कहानी. ഏത് ബിരിയാണിയാണ് നിങ്ങളുടെ ഫേവറേറ്റ്? കമൻറ്റ് ചെയ്യൂ. അപ്പം എന്നാൽ ശരി, പോയിട്ട് പണിയുണ്ട്.